വിലക്കയറ്റം കേരളത്തിൽ കൊടി കുത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇടുത്തി പോലെ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളും ഇറാനിലെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഗൾഫിൽ നിന്ന് ഒരു പറ്റം ആൾക്കാർ ഇതാ കേരളത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് പറയുന്നത്. ഇങ്ങനെ ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ കേരളത്തിലേക്ക് തിരികെ വരികയാണെങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കില്ലേ സാർ? ഏതാണ്ട് 1 കോടിയിലേറെ ആൾക്കാർ കേരളത്തിൽ നിന്ന്, ഇന്ത്യയിൽ നിന്ന് ഗൾഫിലുണ്ട് എന്ന് പറയുന്നു. കേരളത്തിൽ നിന്ന് തന്നെയാണ് വലിയൊരു വിഭാഗം. അത്രയൊന്നുമില്ല. എന്നാലും ഈ ഗൾഫ് മേഖല വലിയ പ്രതിസന്ധിയിലാണെന്നുള്ള കാര്യം വസ്തുതയാണ്. നമ്മൾ ഗൾഫിനെ കണ്ടിരുന്നത് ഏറ്റവും സുരക്ഷിതമായി സമാധാനത്തോടു കൂടി പണം മുടക്കി പണം ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സ്ഥലം എന്ന ഒരു പരിഗണന ഗൾഫിലുണ്ടായിരുന്നു. അത് അബുദാബിക്കും ദുബായിക്കും ബഹ്റിനിലും ഖത്തറിലും കുവൈറ്റിലും മാത്രമല്ല, സൗദിയും മാത്രമല്ല, ബാക്കി എല്ലായിടത്തും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് അവിടെ പോയിട്ട് ഭാഗ്യപരീക്ഷണം നടത്തി വലിയ ധനികരായിട്ടുണ്ട്. പലരും അവിടെ പോയിട്ട് ബിസിനസ് നടത്തി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. അവർ വളരെ രീതിയിൽ അവരൊക്കെ അവിടെ തന്നെ ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർക്ക് പൗരത്വമൊന്നുമില്ല, അവരിങ്ങോട്ട് വരണം. പക്ഷേ എന്നാലും അവരും അവരുടെ കുടുംബങ്ങളുമൊക്കെ അവിടെ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിനാദ്യമായിട്ട് ഒരു മാറ്റം വന്നു. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് കുവൈറ്റിനെ ആക്രമിക്കപ്പെട്ടുവെങ്കിലും അത് കുവൈറ്റിൽ മാത്രമായിട്ട് ഒതുങ്ങി നിന്ന്, വേറെ എങ്ങും പോയില്ല. അത് തന്നെ അത് പെട്ടെന്ന് സബ്സൈഡ് ചെയ്യുകയും ചെയ്തു. അത് പെട്ടെന്ന് മാറി. പക്ഷേ ഇപ്പോഴത്തെ അന്തരീക്ഷം അതല്ല. ഇപ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാൻ എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും ആക്രമിക്കുകയാണ്. എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും ആക്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതിപ്പോൾ ദുബായ്, അബുദാബി, ബഹ്റിൻ, സൗദി, ഖത്തർ, ഒമാൻ ഇങ്ങനെ തുടങ്ങിയിട്ട് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും ആക്രമിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അതിന് ഇറാൻ പറയുന്ന ന്യായീകരണം എന്താണെന്ന് വെച്ചാൽ അവിടെയൊക്കെ അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. അമേരിക്കയുടെ സൈനിക താവളങ്ങളല്ല അത് സത്യത്തിൽ. ഈ രാജ്യങ്ങൾക്ക് സ്വന്തമായി സൈന്യം ഉണ്ടാക്കി അതിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയാത്തതുകൊണ്ട് അമേരിക്കൻ സൈന്യത്തിൻ്റെയും ആയുധങ്ങളുടെയും സുരക്ഷ അവർ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അമേരിക്കക്കാർ അവിടെ ഉള്ള കാരണം ഞങ്ങൾ ഇവരെയൊക്കെ ആക്രമിക്കും എന്നാണ് പറയുന്നത്. ഇനി ഇവർ അമേരിക്കക്കാർ പോയെന്ന് വെച്ചു, അമേരിക്കക്കാർ പോയി കഴിഞ്ഞാൽ ഇതെല്ലാ രാജ്യവും ഇറാൻ എടുക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഇറാഖ് എടുക്കും. അപ്പോൾ ഇങ്ങനെ ഉള്ള വലിയ പ്രതിസന്ധിയുണ്ട്. ഈ പ്രതിസന്ധിയിൽ നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഗൾഫിൽ നിന്ന് ആളുകൾ തിരിച്ചു വരുന്നതിനെക്കുറിച്ച് ഗൗരവപൂർവ്വം ആലോചിക്കുകയും പലരും തിരിച്ചു വരികയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബിസിനസ് അവിടെ പുതിയ ബിസിനസ്സിലേക്ക് ആരും ചെല്ലുന്നില്ല, പുതുതായിട്ട് ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. ഈ ഓൾറെഡി ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത പണം തിരിച്ചു കിട്ടുന്നുമില്ല. ആ ഇൻവെസ്റ്റ് ചെയ്ത പണം മാർക്കറ്റിൽ കിടക്കുകയാണ്. മാർക്കറ്റിൽ കിടക്കുന്ന ഈ പണം എങ്ങനെ തിരിച്ചെടുക്കാൻ കഴിയും എന്ന അങ്കലാപ്പിലാണ് ഇപ്പോൾ അവിടെ വ്യവസായത്തിലും കച്ചവടത്തിലുമൊക്കെ വ്യാപരിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെങ്ങനെ എടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ സഞ്ചാരികളില്ല. മുൻപ് അങ്ങനെയല്ല. മുൻപ് അബുദാബിയിലും ദുബായിലും ബഹ്റിനിലും എല്ലായിടത്തും ഒരുപാട് സഞ്ചാരികളുണ്ടായിരുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അവിടെ പോയിരുന്നു. അങ്ങനെ വലിയ രീതിയിലൊരു വൈബ്രൻറ്റ് ഇക്കോണമി അവർ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. ഇപ്പോൾ അതില്ല. വളരെ ഊർജ്ജസ്വലമായ ഒരു ഇക്കോണമി അവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ അതില്ല, അത് പോയി. അത് പോയിരിക്കുന്നൊരു സാഹചര്യത്തിൽ എങ്ങനെ ഇത് പിടിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അവിടെ ഉള്ളവരെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഗൾഫ് ഒരു സുരക്ഷിത മേഖലയായി മാറും എന്നുള്ളതിന് ഉറപ്പില്ല. എന്താ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു വിശ്വാസം, അതായത് തങ്ങളുടെ പണം ഏറ്റവും ധൈര്യത്തോടു കൂടി ഇൻവെസ്റ്റ് ചെയ്ത് ലാഭം കൊയ്യാവുന്ന ഒരു സ്ഥലമാണ് ഗൾഫ് എന്ന് ആ മേഖലയിൽ പണിയെടുത്തിട്ടുള്ളവർക്കും ഇൻവെസ്റ്റ് ചെയ്തവർക്കും ഉണ്ടായിരുന്ന ഒരു ആത്മവിശ്വാസം ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് ആർക്കും അവിടെ പൗരത്വമില്ല. ആകെ പൗരത്വം ഉണ്ടെന്ന് പറയുന്നത് പൗരത്വമില്ല, അതിൻ്റെ അടുത്തുണ്ട് നിൽക്കാൻ കഴിയുന്നത് യൂസുഫ് അലിക്ക് മാത്രമാണ്. അങ്ങനെ അതുപോലെ ഒരു 5-8 പേർക്കാണ്. വേറെ ആർക്കും അവിടെ പൗരത്വമില്ല. അപ്പോൾ പൗരത്വം ഇല്ലാത്തവർക്ക് തിരിച്ചു വരേണ്ടി വരില്ല. അവരിവിടെ തിരിച്ചു വരുമ്പോഴേക്കും സംഭവിക്കുന്നൊരു കാര്യം അവരെന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ബിസിനസ്സുകാരായിട്ട് ബിസിനസ് ചെയ്തവർ തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവർ അതിന് മുമ്പേ തിരിച്ചു വരേണ്ടി വരും. അപ്പോൾ തിരിച്ച് വരുന്ന ഒരു ഗൾഫിൽ നിന്നുള്ള ഒരു എന്താ പറയേണ്ട ഒരു മടക്കയാത്ര തുടങ്ങിക്കഴിഞ്ഞു.
ആ മടക്കയാത്രയും കൂടി വരുമ്പോൾ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കുറേ കൂടി ഞെരുങ്ങിയതായിട്ട് മാറും. കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഇപ്പം തന്നെ ഒട്ടും സുഖമുള്ളതല്ല. പക്ഷേ ഒട്ടും സുഖമുള്ളതല്ല എന്നുള്ള കാര്യം ധവളപത്രം ഇറക്കി പറയുമ്പോൾ തന്നെ ആ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്താൻ എന്ത് ചെയ്യണം എന്ന കാര്യത്തെക്കുറിച്ച് ഇവരാരും ഒന്നും പറയുന്നില്ല. എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യണ്ട എന്നുള്ളൊരു രീതിയിലാണ് പറയുന്നത്. ഇവരാരും ഒന്നും പറയുന്നില്ല. പക്ഷേ നമുക്കിതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരും. വിലക്കയറ്റത്തിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും സാധാരണക്കാരൻ്റെ, കേരളത്തിലുള്ള സാധാരണക്കാരൻ്റെ ഏറ്റവും ജനകീയമായ മത്സ്യവിഭവമാണ് മത്തി എന്നൊക്കെ നിങ്ങൾ പറയുന്ന, ഞങ്ങൾ ചാള എന്ന് പറയുന്ന മത്സ്യം. അതിനിപ്പോൾ 240 കോടിക്ക് 300 രൂപ വരെ അതിന് വിലയുണ്ട്. ഒരു 1000 രൂപ അല്ലെങ്കിൽ 1000 രൂപ കൂലി കിട്ടുന്നൊരു പണിക്കാരനുണ്ടെന്ന് സങ്കല്പിക്കുക. ആ പണിക്കാരൻ്റെ വീട്ടിൽ ഭാര്യയും 2 മക്കളും ഉണ്ടെന്ന് സങ്കല്പിക്കുക, 4 പേര്. അപ്പോൾ 4 പേർക്ക് ഒരു ദിവസത്തെ കറിക്ക് തന്നെ 1 കിലോ ചാറയെങ്കിലും മേടിക്കേണ്ടി വരില്ലേ? 300 രൂപ അതിൽ പോയോ? പിന്നെ എന്തെങ്കിലും പരിപ്പടക്കുന്ന ചെറിയൊരു പച്ചക്കറി വാങ്ങിക്കണം. അപ്പോൾ ഇവരുടെ മുമ്പ് ഇവർക്ക് ഉണ്ടായിരുന്നൊരു ഗുണം എന്ന് പറഞ്ഞാൽ 100 രൂപ ഉണ്ടായിരുന്ന ചാളക്കാണ്, അല്ലെങ്കിൽ 120 രൂപ ഉണ്ടായിരുന്ന ചാളക്കാണ് ഇപ്പോൾ ഈ 300 രൂപ വന്നിരിക്കുന്നത്. ഇതുപോലെ തന്നെ പച്ചക്കറിക്കുമൊക്കെ ഭയങ്കര വിലയാണ്. അപ്പോൾ ഇതെല്ലാത്തിനും വില കൂടിക്കൊണ്ടിരിക്കുന്നൊരു കാലത്ത് അവന് 1000 രൂപ പ്രതിദിനം കൂലി കിട്ടിയിരുന്ന ഒരുത്തന് അവന് 300-400 രൂപ അവന് നീക്കി വെക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇപ്പം അത് 10 പൈസ ഇല്ലാത്ത അവസ്ഥയിൽ അവൻ എത്തുകയാണ്. ഇതാണ് കേരളത്തിലെ ഇപ്പോഴത്തെ ഒരവസ്ഥ. പക്ഷേ ഇത്തരം ഒരു അവസ്ഥ വന്നിട്ട് അത് എന്ത് ചെയ്യണം, അതെങ്ങനെ അതിനെ നേരിടണം എന്ന കാര്യത്തെക്കുറിച്ച് നമ്മുടെ ഗവൺമെൻറ്റോ ബാക്കി കാര്യങ്ങളോ ഒന്നും ആലോചിച്ചിട്ടില്ല. എല്ലാവരും യൂസഫ് അലിമാരല്ല. യൂസഫ് അലിക്ക് ഇപ്പോൾ ഗൾഫ് തകർന്നാലും ഇവിടെ വന്നിട്ട് ഇവിടെ എടപ്പള്ളി ലുലുവിൻ്റെ മാനേജറായിട്ടിരുന്നാലും കഴിഞ്ഞുകൂടി പോകാൻ പറ്റും. പക്ഷേ ബാക്കിയുള്ളവർ അങ്ങനെയല്ല. നമ്മൾ ധരിക്കണ എല്ലാവരും യൂസഫ് അലിമാരാണെന്നാണ്. അല്ല, അവിടെ ഉള്ള മനുഷ്യർ തിരിച്ചു വരുമ്പോൾ അവരുടെ പുനരധിവാസം വലിയ പ്രശ്നമായിട്ട് വരും. ഒപ്പം നമ്മുടെ സാമ്പത്തിക രംഗത്ത് അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളുണ്ട്. അവർക്കൊരു ആത്മവിശ്വാസം കൊടുത്ത് അവരെ ഇവിടെ ബിസിനസ്സിൽ പിടിച്ചു നിർത്താനുള്ളൊരു സംവിധാനം കേരളത്തിൽ ഇതുവരെ ഒരുങ്ങിയിട്ടുമില്ല. അപ്പോൾ ഇത്തരത്തിൽ വരുന്ന ഒരു വലിയ പ്രതിസന്ധിയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും നമ്മുടെ സർക്കാർ ഇതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. അതൊക്കെ ഇങ്ങനെ വരട്ടെ, വരുമ്പോൾ വരും എന്നുള്ള നിലക്കാണ്. ഇവിടെ എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇവിടെ തർക്കം ഉണ്ടാക്കുന്നത്. അദാനി എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയാണ് ഉള്ള തർക്കം. അദാനി എന്ത് ചെയ്യണം എന്നുള്ളതിനെ അദാനി തീരുമാനിക്കുമല്ലോ. അദാനി തീരുമാനിച്ചു. അദാനി തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദാനി എന്താണ് മാരീചൻ പോയിട്ട് രാവണൻ സീതയെ മോഷ്ടിച്ചുകൊണ്ട് പോയ രീതിയിൽ അത് പോർട്ട് മോഷ്ടിച്ചെടുത്തതല്ലോ. അയാളൊരു ഒരു സർക്കാരിൻ്റെ സംവിധാനത്തിലൂടെ എല്ലാ നിയമവും ചട്ടവും പാലിച്ചുകൊണ്ട് എടുത്തതല്ലേ. അതിന് അയാൾക്ക് നിയമപരമായിട്ട് അയാൾക്കുള്ള അവകാശം ഉപയോഗിക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യുന്നവന് സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു സ്ഥലമാണ് കേരളം എന്നൊരു ധാരണ ഇപ്പോഴും ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നില്ല. എന്നിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് 10,000 കോടി രൂപ കപ്പൽ നിർമ്മാണത്തിൽ ടാറ്റ ജീവനും കൊണ്ടുകൂടി. ഞങ്ങളങ്ങനെയൊന്നും പറഞ്ഞിട്ട് ഞങ്ങൾ 2 പേരും കൂടി 500 കോടി ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചാണ് ആകെ പറഞ്ഞിട്ടുള്ളത്. 10,000 കോടിയെക്കുറിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞു. ചെറിയ ബോട്ടുണ്ടാക്കുന്നൊരു പരിപാടിയാണത്. ആ ചെറിയ ബോട്ടുണ്ടാക്കുന്നൊരു പരിപാടിക്ക് വേണ്ടി ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ട ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കിയെടുക്കുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ അദാനിയുടെ പോർട്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയ തർക്കമുണ്ടല്ലോ, ആ തർക്കം എന്ത് സന്ദേശമായിരിക്കും ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുക? കേരളം സേഫ് അല്ല എന്നല്ലേ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് കാരണം ഇവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വിഷയങ്ങളും രാഷ്ട്രീയ പ്രശ്നങ്ങളാക്കി എടുത്തിട്ട് ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. അത് രാഷ്ട്രീയ പ്രശ്നങ്ങളാക്കി ചർച്ച ചെയ്യണം, ചാനലുകൾക്ക് റീച്ച് കൂട്ടണം. അല്ലാതെ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നോ വസ്തുത എന്താണെന്നോ അന്വേഷിക്കുക പോലും ചെയ്യാതെയാണ് ചെയ്യുന്നത്. കാരണം
ഒരുതരം ഇറസ്പോൺസിബിൾ ജേർണലിസവും ഇഡിയോട്ടിക് ലീഡർഷിപ്പും കൂടി ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഈ അറ്റ്മോസ്ഫിയർ ഇങ്ങനെ കലുഷമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഗൾഫിലെ പ്രതിസന്ധി എത്തുകയാണ്. ഗൾഫിലെ പ്രതിസന്ധിയാണ്, ആ പ്രതിസന്ധി ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം യാദൃച്ഛികമായി കണ്ടുമുട്ടിയ എനിക്ക് പരിചയമുള്ള കുറേ ഗൾഫിലെ ബിസിനസ്സുകാരുണ്ടായിരുന്നു. യാദൃച്ഛികമായിട്ട് അവർ കേരളത്തിൽ വന്നേക്കാണ്. അപ്പോൾ അവരവിടെ മുടക്കിയിരിക്കുന്ന പൈസ എങ്ങനെയെങ്കിലും തിരിച്ചെടുത്തിട്ട് തിരിച്ച് കേരളത്തിലേക്ക് വരണം എന്നുള്ളതാണ്. അവിടെ ജീവിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം എല്ലായിടത്തും എന്താണ് അതിൻ്റെ പേര്, ഡ്രോൺ വീഴുന്നുണ്ട്. ഡ്രോണാണിപ്പോൾ. മുമ്പ് ഷെല്ലായിരുന്നു. ഷെല്ല് പോയിട്ട് ഇപ്പോൾ ഡ്രോൺ വീണുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ മരിക്കുന്നുണ്ട്. അതൊന്നും വാർത്ത പോലും ആകുന്നില്ല അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ട്. അവിടെ സ്വതന്ത്ര പത്രപ്രവർത്തനം ഇല്ല. അപ്പോൾ സ്വതന്ത്ര പത്രപ്രവർത്തനം ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും എന്ത് വാർത്തയാക്കണം എന്ത് വാർത്തയാക്കരുതെന്ന് തീരുമാനിക്കപ്പെടുന്നത് അവിടുത്തെ സർക്കാരിൻ്റെ ഇതിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം കെടുതികളൊന്നും അവിടെ വാർത്തയാകില്ല, ആകെയും വേണ്ട. പക്ഷെ അതൊക്കെ അവിടെ ഉള്ളവർക്കറിയാമല്ലോ. അവിടുത്തെ ഗൾഫ് മാർക്കറ്റ് തകർന്നു പോയി. എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞ് ഇപ്പോൾ അവിടെ താമസിക്കുന്നവർ പച്ചക്കറിയും പലവ്യഞ്ജനവും വാങ്ങിക്കുന്ന പൈസയാണ് മാർക്കറ്റിൽ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അത്തരം ഒരു അവസ്ഥ വന്നു കഴിയുമ്പോഴേക്കും അത് നമ്മുടെ നാടിനെ പ്രതികൂലമായിട്ട് ബാധിക്കുമെന്നും ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കണമെന്ന് നമ്മുടെ ഗവൺമെൻറ് ഇതുവരെ ആലോചിച്ചിട്ടില്ല. ആലോചിക്കും എന്ന് പ്രതീക്ഷിക്കാം. പ്രിയപ്പെട്ടവരെ, ഇത്തരം വാർത്തകളും ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. നിങ്ങൾ ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കണം. ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും ചെയ്യണം.